ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വെബ്സൈറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഫോട്ടോഷോപ്പിലോ ഇല്ലുസ്ട്രേറ്ററിലോ അല്ലെങ്കിൽ അഡോബ് എക്സ്ഡിയിലോ ഫിഗ്മയിലോ ഏതെങ്കിലും ഒരു ടൂളിൽ ആദ്യം അതിൻ്റെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് അത് ഫൈനലായി കഴിഞ്ഞാൽ അത് HTML ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത് അതിനെ HTML ആക്കി മാറ്റുന്നു. ഓക്കെ, അതിനുശേഷം അതിൽ പ്രോഗ്രാമിംഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ .NETലോ PHPയിലോ അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു ലാംഗ്വേജ് യൂസ് ചെയ്ത് അതിനെ പ്രോഗ്രാമിംഗ് കൂടെ ചെയ്യുന്നു. അതിനുശേഷം ഇതെല്ലാം കൂടെ എടുത്ത് ഒരു സെർവറിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കതൊരു വെബ്സൈറ്റ് ആയിട്ട് www എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ലിങ്ക് ആയിട്ട് ഒരു ഡൊമൈൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ആ ഒരു HTML കോഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ആ ഒരു ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു HTML കോഡ് യൂസ് ചെയ്ത് തന്നെ ഒരു ഫിഗ്മ ഡിസൈൻ ഫയൽ ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു മനോഹരമായ അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫിഗ്മ പ്ലഗിനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഈ ഒരു ലിങ്കിലേക്ക് വരിക. അതായത് ഈ ഒരു ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്നുകിൽ ഇവിടെ വന്നുകൊണ്ട് ഇവിടെ ട്രൈ ഇറ്റ് ഔട്ട് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫിഗ്മയിലേക്ക് വന്നോളുക. ഫിഗ്മയിലേക്ക് വന്നതിന് ശേഷം നമുക്കുള്ള കമ്മ്യൂണിറ്റി പോയിക്കൊണ്ടോ അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് ടോപ്പിലുള്ള റിസോഴ്സിൽ വന്നുകൊണ്ടോ നിങ്ങൾക്കിവിടെ പ്ലഗിൻസ് എന്ന് പറയുന്ന ഈ ഒരു ടാബിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഇവിടെ ആയിട്ട് HTML2 ഡിസൈൻ എന്നൊന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, HTML.to.design അതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു ഐക്കൺ കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് HTML2 ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലഗിൻ ഇവിടെ നിന്ന് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലഗിൻ നമ്മളിവിടെ നിന്ന് റൺ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ റൺ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി നേരത്തെ എടുത്തിട്ടുള്ളത് കൊണ്ട് അവിടെ തന്നെ വന്നു. അതുകൊണ്ട് റൺ ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലഗിൻ ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം URL to import എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആയിട്ട് ഒരു ഏരിയ ഉണ്ട്. ഇവിടേക്ക് നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ലിങ്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ഡിവൈസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ മാക്ബുക്ക് പ്രോ 14 ആണ് കിടക്കുന്നത്. അതുപോലെ തന്നെ iPad Pro അങ്ങനെ ഓരോ ഡിവൈസുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റം ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റപ്പും കൂടെ ഉണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വിഡ്ത്തൊക്കെ നമുക്ക് തന്നെ കൊടുക്കാം. ഇപ്പം നമുക്ക് 1920 നമുക്ക് വിഡ്ത്ത് വേണ്ടെങ്കിൽ നമുക്കിവിടെ 1920 എന്നുള്ള റെസൊല്യൂഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിവേ ആ ഒരു സൈസ് വിടുന്നോ അല്ലെങ്കിൽ നേരിട്ട് കസ്റ്റമായിട്ടോ നമ്മൾ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം തീം, അതിൻ്റെ ലൈറ്റ് തീം വേണോ ഡാർക്ക് തീം വേണോ എന്ന് ചൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇത്രയും കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ടു ക്യാൻവാസ് എന്ന് പറയുന്നൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു വെബ്സൈറ്റിനെ, അതായത് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് apple.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അതൊരു ഫിഗ്മ ഫയലായിട്ട് നമുക്ക് ഒരു എഡിറ്റബിൾ ഫിഗ്മ ഫയലായിട്ട് നമുക്ക് അത് സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ് ഈ ഒരു പ്ലഗിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഓർക്കുക, നമ്മൾ ഇതിലേക്ക് വന്നതിന് ശേഷം ഏകദേശം താഴെയായിട്ട് ഡെവലപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ഇതിനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു വെബ്സൈറ്റിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ ഡിസൈനിനെ അത് കോപ്പി ചെയ്ത് ഇതിൻ്റെ എഡിറ്റബിളായിട്ട്, അതായത് ഓരോ ഏരിയകളും ഈവൻ അതിൻ്റെ ഫ്രെയിമുകളായിട്ടും അതുപോലെ തന്നെ ടെക്സ്റ്റൊക്കെ തന്നെ എഡിറ്റബിളായിട്ടും ഒക്കെ നമുക്ക് ഫോട്ടോസും എല്ലാം തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഫിഗ്മ ഫയലായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് iPad ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ആയിട്ട് എനിക്ക് ടൈപ്പ് ചെയ്താൽ മതി. അത് ഓട്ടോമാറ്റിക് ടെക്സ്റ്റ് ഫോർമാറ്റായി. ടെക്സ്റ്റ് എല്ലാം തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലെ പ്രോപ്പർട്ടീസ് ഓട്ടോ വിഡ്ത്തും ഒക്കെ തന്നെ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഫുൾ അഡ്ജസ്റ്റബിൾ ലെയർ ആയിട്ട് തന്നെ വന്നു. അപ്പോൾ ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് എടുത്തുകൊണ്ട് ഇതുപോലെ ഫിഗ്മ ഫയൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഈ ഒരു പ്ലഗിൻ നമുക്ക് വളരെ ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒന്ന് ഓർത്തോളുക, നിങ്ങൾ ഈ ലെഫ്റ്റ് പോർഷനിലെ ഈ ഒരു ലെയർ പാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും അതിനകത്തുണ്ടാകും. അതായത് ഫോണ്ടൊക്കെ തന്നെ കറക്റ്റായിട്ട് റെൻഡർ ആവണം എന്നില്ല. അതിലെ പല ക്ലാസ്സുകളും ഡിവുകളും ഒക്കെയാണ് അവരിതിൻ്റെ ഒരു ഫ്രെയിം നെയിമായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പക്കയാകണമെന്നില്ല. കാരണം തികച്ചും ഓർത്തോളുക, ഫ്രീ ആയിട്ട് നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറേ പരിമിതികളുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത്രത്തോളം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫിഗ്മ ഫയൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമാണ്. പല ടൈമിലും നമുക്ക് പല ഡിസൈൻസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റിയൽ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ എടുത്ത് അതിൻ്റെ ഒരു ഫിഗ്മ ഫയൽ തന്നെ നമുക്ക് റെഫർ ചെയ്തുകൊണ്ട്
അതിൻ്റെ ഒരു റിയൽ സ്ട്രക്ചറിലും അതിൻ്റെ ഒരു ഫോൺ ഹയറാർക്കിയും ഒക്കെ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാനും ഒക്കെ തന്നെ ഒരുപാട് ഇത് ഹെൽപ്പാവും. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വലിയ കാര്യം ചെയ്തു തരുന്ന ഈ ഒരു പ്ലഗിൻ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പരീക്ഷിക്കണം. അപ്പോൾ അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു HTML-നെ നമ്മൾ ഡിസൈൻ ആക്കുന്നത് പോലെ തന്നെ ഒരു ഡിസൈൻ എടുത്തിട്ട് HTML ആക്കുന്ന ഒരുപാട് പ്ലഗിൻസുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും നമ്മൾ പ്രത്യേകിച്ചും ഫ്രഷേഴ്സായിട്ട് ഡിസൈൻ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കാനുള്ളത്, ഒരിക്കലും ഒരു ഡിസൈൻ ചെയ്തിട്ട് ഫിഗ്മയിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലഗിൻ കൊണ്ട് കോഡാക്കുകയാണ്, HTML കോഡാക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കോഡ് 100% ഒരു പ്രൊഫഷണൽ കോഡല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതല്ല പ്രൊഫഷണൽ ലെവലിലുള്ള കോഡുകൾ വേണമെങ്കിൽ അത്രത്തോളം നല്ല മികച്ച പെയ്ഡ് സർവീസുകൾ നടത്തുന്ന പ്ലഗിൻസുകൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചും അതുപോലെ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും ഒരു HTML-ൽ നിന്ന് നമുക്കൊരു ഫിഗ്മ ഫയൽ ക്രിയേറ്റ് ചെയ്ത് തരുമ്പോഴും 100% കംപ്ലീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗ്മ ഫയൽ ആകണമെന്നില്ല. പക്ഷേ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും ഈ ഒരു ഫിഗ്മ ഫയൽ തന്നെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് 100% ഇതിൻ്റെ ഒരു 100% ഒരു ഡിസൈൻ എടുത്ത് അതുപോലെ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത്. ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു ഫയലിൻ്റെ ഒരു ഫിഗ്മ ഫയൽ കിട്ടിയാൽ നമുക്കതിൻ്റെ അത്യാവശ്യം കുറേ കോമ്പണൻസുകളും അത്യാവശ്യം കുറച്ച് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു സൈറ്റിനെ അതേപോലെ തന്നെ ഇതുപോലെ കോപ്പി ചെയ്തെടുത്ത് അത് അതേപോലെ തന്നെ കോപ്പി ചെയ്ത് യൂസ് ചെയ്യരുതെന്നും കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ഇത് നമുക്കൊരു പ്രത്യേക ഘട്ടങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഫിഗ്മ ഫയലായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചറുകളും കാര്യങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് യൂസ് ആവുകയുള്ളൂ. ഒരിക്കലും ഒരു വെബ്സൈറ്റിൻ്റെ പക്കാ ഫിഗ്മ ഫയൽ എടുത്തിട്ട് അതിനെ മറ്റൊരു പ്രോജക്റ്റായിട്ട് മറ്റ് ക്ലയൻസിനോ മറ്റോ ജസ്റ്റ് കളറും ഫോട്ടോസും മാറ്റി മാത്രം കൊടുത്ത് ശീലിക്കരുതെന്നുള്ള ഒരു അഡ്വൈസും കൂടെ ഈ വീഡിയോയിൽ അവസാനമായിട്ട് നമ്മൾ പറയുകയാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നാൽ തന്നെയും നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ഫിഗ്മ ഫയൽ ഡയറക്റ്റ് HTML-ൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഡിസൈനേഴ്സും ഈ ഒരു പ്ലഗിൻസ് തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്ലഗിൻസ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹെൽപ്പ് ആവട്ടെ. അപ്പോൾ ഡിസൈനേഴ്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ മറ്റ് ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.